കൂട്ടുകാരെ, ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് വോഡഫോൺ സൂപ്പർനെറ്റ് 4G ഹോട്ട്സ്പോട്ടിൻ്റെ അൺബോക്സിംഗ് ആണ്. എല്ലാവർക്കും ടെക് ടിപ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒട്ടും സമയമെങ്കിലാതെ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് ഇതിൻ്റെ ബോക്സ് പാക്ക്. ഇത് വോഡഫോൺ സൂപ്പർനെറ്റ് 4G ഹോട്ട്സ്പോട്ട്, അതിൻ്റെ മോഡൽ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. സൈഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല, എവിടെയൊന്നുമില്ല. ബാക്ക് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ എന്തെല്ലാം ഉണ്ടെന്നുള്ളതും ഇതിൽ കൊടുത്തിട്ടുണ്ട്. വോഡഫോണിൻ്റെ കോപ്പിറൈറ്റ് നോട്ടീസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം. മാക്സിമം ഇത് 2 ബോക്സുകളാണുള്ളത്. ഒരു വലിയ ബോക്സും ഒരു ചെറിയ ബോക്സും. ഇതിൽ ഏറ്റവും മുകളിലായിട്ടുള്ള ബോക്സിൽ നമ്മുടെ ഹോട്ട്സ്പോട്ട് കാണാം. അതുപോലെ ആ വലിയ ബോക്സിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഒരു ബാറ്ററി ഉണ്ട്, അതുപോലെ ഒരു വാറൻറ്റി കാർഡുണ്ട്, സേഫ്റ്റി മാനുവലുണ്ട്, അതുപോലെ ഒരു എക്സ്ട്രാ ഗൈഡുണ്ട്, അതുപോലെ ഒരു റിമൈൻഡർ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പാസ്വേഡൊക്കെ ഉള്ള ഒരു കാർഡുണ്ട്. അതുപോലെ ഒരു USB കേബിള് ഉണ്ട്. അതുപോലെ ഒരു TCLൻ്റെ ഒരു പവർ ബ്രേക്കും 5 വോൾട്ട് 1 ആംപിയറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പവർ ബ്രേക്കാണ്. TCL എന്നുള്ള കമ്പനിയുടേതാണ് ഇത്. നമുക്ക് സാധനങ്ങളൊക്കെ സൈഡിലേക്ക് മാറ്റി വെക്കാം. ആയിരത്തി 800 mAh ബാറ്ററിയാണ് ഇതിലുള്ളത്. നമുക്കിതൊന്ന് ഇത് ഓപ്പൺ ചെയ്ത്, ഇതിൽ 2 പോർട്ടുകളുണ്ട്. ഒന്ന് സിം ഇടാനുള്ളതും മറ്റൊന്ന് SD കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ടും കൂടി ഉണ്ട്. ഒരു സിം കാർഡ് ഇതിൽ ഇടാം. സിം കാർഡ് ഇതിലിട്ടു. ഇതിൻ്റെ ബാറ്ററിയും സെറ്റ് ചെയ്യാണ്. അതിനുശേഷം ബാക്ക് കവറും സെറ്റ് ചെയ്ത്, ഈ സൈഡിൽ ഒന്ന് ഇത് ചാർജിങ് ഉള്ള പോർട്ടാണ്. അതുപോലെ ഫ്രണ്ടിൽ ഒരു 4 ഐക്കൺസ് ഉള്ളൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ പവർ ബട്ടണും WPS ബട്ടണും കൊടുത്തിട്ടുണ്ട്. നമുക്ക് പവർ ബട്ടൺ ഞെക്കി പിടിച്ചാൽ 3 സെക്കൻഡ് ഞെക്കി പിടിച്ചാൽ ഇത് ഡിവൈസ് ഓൺ ആവുന്നതാണ്. ഈ ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അൽക്കാട്ടൽ എന്ന കമ്പനിയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ലിങ്ക് ആപ്പ് എന്നാണ് അതിൻ്റെ പേര്. ആ ആപ്ലിക്കേഷൻ വെച്ചാണ് ഇത് സെറ്റപ്പ് ചെയ്യുന്നത്. ഡിവൈസ് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഇത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത്, ഇതിൽ ഞാൻ വൈഫൈ ഓണാക്കി കണക്ട് ചെയ്തു, ഇത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇതിലൂടെ നമുക്ക് ഒട്ടുമിക്ക കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ യൂസേജ് അറിയാൻ പറ്റും. അതുപോലെ വരുന്ന SMS ഒക്കെ ഇതിലറിയാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ കുറച്ച് സെറ്റിങ്സ്, വൈഫൈയുടെ പാസ്വേഡും അതിൻ്റെ SSID ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതിൻ്റെ ലോഗിൻ പാസ്വേഡൊക്കെ മാറ്റാൻ വേണ്ടി ഉള്ളതാണ്. അതുപോലെ ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. 2G ഓൺലി, 3G ഓൺലി, 4G ഓൺലി ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഡിവൈസിൽ ഇതിൻ്റെ സിസ്റ്റം ഇൻഫർമേഷൻസും
അതുപോലെ ഏറ്റവും അടിയിൽ റീസ്റ്റാർട്ട്, പവർ ഓഫ് എന്നുള്ള 2 ഭാഗങ്ങളുണ്ട്. നമുക്കിത് പിന്നെ സോഫ്റ്റ്വെയറിൽ നിന്നുകൊണ്ട് തന്നെ റീസ്റ്റാർട്ട് ചെയ്യണം, പവർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. റീബോട്ടിൽ ഇതിൻ്റെ ഡിവൈസ് ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. വളരെ നല്ല രീതിയിൽ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ നല്ല സ്പീഡിൽ ഇത് ഡിവൈസിന് നെറ്റ് സ്പീഡ് നല്ല സ്പീഡുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിലേക്കാണ് ഒരുപാട് കൂടുതൽ സ്പീഡിൽ ഇത് കിട്ടുന്നുണ്ട്. എൻ്റെ വീട്ടിൽ പിന്നെ 4Gക്ക് വോഡഫോണിൻ്റെ 4Gക്ക് ഒറ്റ കട്ട റേഞ്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ ഒരു 13 MB 14 MB/s സ്പീഡൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. ഞാൻ സ്പീഡ് ടെസ്റ്റ് എന്ന ആപ്ലിക്കേഷൻ വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ വളരെ നല്ല റിസൾട്ട് ഇത് തന്നിട്ടുണ്ട്. ഇത് വോഡഫോണിൻ്റെ സ്റ്റോറുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. കാര്യം വാങ്ങണമെങ്കിൽ വോഡഫോൺ സ്റ്റോറുമായി സമീപിച്ചാൽ ഇത് വാങ്ങാൻ കഴിയും. 2400 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അതുപോലെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന മുമ്പായി ഇതുവരെയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജായ മലയാളം ടെക് ടിപ്സ് എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്ത നല്ല നല്ല ട്യൂട്ടോറിയലുകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇത്രമാത്രം. അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം ഞാൻ മുഹമ്മദ് സിയാദ്.